ഹായ്, ഗുഡ് മോർണിംഗ്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദയോഗം 30 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. 29 30 ചൊല്ലി 31-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. അതിൻ്റെ മലയാളം പദ്യം: അനിമിത്തങ്ങളെമ്പാടും അനർത്ഥം കാൺമതിന്നു ഞാൻ, ബന്ധുക്കളെ വധിച്ചിന്നീ യുദ്ധത്താലെന്തു നേടിടാൻ. മുഴുവൻ അശുഭലക്ഷണങ്ങളാണല്ലോ ഞാൻ കാണുന്നത്. ഹേ കേശവ എന്നാണ് വിളിക്കുന്നത്. കേശിയെ കൊന്നവനാണല്ലോ കേശവൻ. അപ്പോൾ ഹേ കേശവ, ഞാനിവിടെ മുഴുവനും ദുർലക്ഷണങ്ങളാണ് കാണുന്നത്. എനിക്ക് എല്ലാം അശുഭങ്ങളായിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് ഈ ബന്ധുക്കളെ കൊല്ലുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. ഈ ബന്ധുജനങ്ങളെ മുഴുവനും വധിച്ചിട്ട്, കൗരവരാണെങ്കിൽ അവർ നമ്മുടെ ബന്ധുക്കളാണല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ബന്ധുക്കളെ എല്ലാവരെയും വധിച്ചിട്ട് എനിക്ക് ശ്രേയസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ കൃഷ്ണൻ അങ്ങനെ മൈൻഡൊന്നും ചെയ്യുന്നില്ല, മിണ്ടാതിരിക്കുകയാണ്. എന്താ കാരണം? അവിടെ യുദ്ധത്തിൽ ബന്ധുക്കളെ കൊല്ലുന്നതുകൊണ്ട് എനിക്ക് ശ്രേയസ്സൊന്നും ഉണ്ടാവുന്നില്ല എന്നാണ് പറയുന്നത്. എല്ലാറ്റിനോടൊരു വിരക്തി വന്ന പോലെ ഇങ്ങനെ പെരുമാറുകയാണ് അർജുനൻ. കണ്ടപ്പോഴേ ആകപ്പാടെ കിളി പോയ വട്ടാണ്. ഇനി എന്ത് ചെയ്യണം യുദ്ധത്തിൽ എന്നുള്ള ഒരു നമുക്കുണ്ടാവില്ലേ ഒരു പരിഭ്രമം. എത്ര പഠിച്ചു പോയാലും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ഇങ്ങോട്ട് പരതി നോക്കിയാൽ അയ്യോ ഇത് മുഴുവൻ ഞാൻ പഠിക്കാത്തതാണല്ലോ ഭഗവാൻ, ഇനി എന്ത് ചെയ്യും, എനിക്കെല്ലാം കിട്ടുമോ എഴുതാൻ എന്നൊക്കെ ഒരു സംശയം. അതുപോലെ ഇവരോടൊക്കെ എങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുന്ന എല്ലാവരും ബന്ധുക്കൾ. ഞാനിപ്പോൾ എന്ത് ചെയ്യും? നീ യുദ്ധം ചെയ്തു, എന്നിട്ട് ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് രാജ്യം എന്തിനാണ്? അപ്പോൾ അവിടെയും എനിക്ക് രാജ്യം എന്തിനാണ്? അപ്പോൾ ഇവരെ കൊന്നിട്ട് ആ കുറ്റബോധം എൻ്റെ തലയിൽ നിലനിൽക്കുന്നത് കൊണ്ട് എനിക്ക് രാജ്യം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഈ കുറ്റബോധം എന്നെ അങ്ങനെ പിന്തുടരും. ഞാനിവരെയൊക്കെ കൊന്നിട്ടല്ലേ എനിക്കിത് കിട്ടിയത് എന്ന്. അതും സ്വാർത്ഥതയാണ്. എനിക്ക് സുഖം വേണം. കുറച്ച് സ്വാർത്ഥത എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടല്ലോ സ്വാർത്ഥത. നമുക്ക് പിന്നെ അത് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ അർജുനനുണ്ട് സ്വാർത്ഥത. എനിക്ക് സുഖമായിട്ട് ജീവിക്കണം. അപ്പം എനിക്ക് സുഖം കിട്ടില്ല മറ്റുള്ളവരെ കൊന്നു കഴിഞ്ഞാൽ. ഇപ്പം പിന്നെ കുറ്റബോധമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ ജനങ്ങൾക്ക്. നേരെ കയറുക, വീട്ടിൽ കയറുക, വെട്ടുക, അടിക്കുക, കുത്തുക, കൊല്ലുക, അത്രയേ ഉള്ളൂ. അത് അച്ഛനായാലും വേണ്ടില്ല, അമ്മയായാലും വേണ്ടില്ല, തിരിച്ച് മകനായാലും വേണ്ടില്ല, മകളായാലും വേണ്ടില്ല, ആരായാലും വേണ്ടില്ല, അയൽവാസിയായാലും വേണ്ടില്ല, അടുത്ത ബന്ധുക്കളായാലും വേണ്ടില്ല. ഒന്നും കൊലയ്ക്കിപ്പോൾ ഒരു അതിർത്തിയില്ല. എങ്ങനെ വേണമെങ്കിൽ കൊല്ലുക. അതിലൊരു കുറ്റബോധവും അവർക്ക്. കൊന്നിട്ട് 5-6 ആൾക്കാരെ കൊന്നിട്ടല്ലേ ഞാനിവരെയൊക്കെ കൊന്നു എന്നും പറഞ്ഞ് പോലീസിൽ പോയിട്ട് കീഴടങ്ങല്ലേ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ഇന്ന്. അപ്പോൾ അർജുനൻ പറയുക, അങ്ങനെ ബന്ധുക്കളെ മുഴുവൻ കൊന്നിട്ട് എനിക്ക് രാജ്യവും വേണ്ട, ശ്രേയസ്സും വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് എനിക്ക് പറ്റും തോന്നുന്നില്ല എന്ന്. ഇനി 32-ാമത്തെ ശ്ലോകം: ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ഹേ കൃഷ്ണ, എനിക്ക് രാജ്യം വേണ്ട, വിജയം വേണ്ട, സുഖങ്ങൾ വേണ്ട, ഒന്നും എനിക്ക് ആഗ്രഹമില്ല. രാജ്യം കൊണ്ട് എന്താ ഇപ്പോൾ കിട്ടാൻ പോണത്? കാരണം ഇവരെയൊക്കെ കൊന്നിട്ടാണല്ലോ രാജ്യം കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിലെനിക്ക് താല്പര്യമില്ല. ഇനി സുഖഭോഗങ്ങൾ, ഞാൻ കുറേ ഇതെല്ലാം സ്വത്തുക്കളും എല്ലാം കിട്ടി ജീവിതം വളരെ സുഖമായിട്ട് സുഖമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അപ്പോഴും ഇവരെയൊക്കെ കൊന്നിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ എനിക്ക് അതിൽ താല്പര്യമില്ല. എന്താണിപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതം കൊണ്ട് എന്താണ് ഉണ്ടാവണത്? അതുകൊണ്ട് ഞാൻ എന്തായാലും കൊല്ലാൻ തയ്യാറില്ല. ബാക്കി എന്താ വെച്ചാട്ടെ, ഞാനില്ല, ഞാൻ പിൻവാങ്ങാണെന്നാണ് പറയണത്. അപ്പം ശരിക്കും ഈ അർജുനൻ്റെ ധൈര്യം മുഴുവൻ ക്ഷയിച്ചു പോയിട്ട് അർജുനൻ ഇങ്ങനെ ബന്ധുക്കളെയും സ്നേഹിതന്മാരെയൊക്കെ കണ്ടപ്പോൾ ആകപ്പാടെ ഒരു വിഡ്ഢിയെപ്പോലെയാണ് പെരുമാറുന്നത് ശരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ കൃഷ്ണൻ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അർജുനന് ഇങ്ങനെ കുറച്ച് സ്വാർത്ഥത അർജുനനും ഉണ്ടല്ലോ, അതും മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല യുദ്ധം എന്തായാലും അനിവാര്യമായതുകൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിനി ഒരു നിമിഷം കൂടെ ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഇവരെയൊക്കെ കൊല്ലുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ആവുന്നു എന്ന് നേരത്തെ പദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്നവർ ഇതിനുള്ളിലുണ്ട്. നാം പരിപാലിക്കുന്നവരുണ്ട്, നമ്മളെ പരിപാലിച്ചവരുണ്ട്. ഇതെല്ലാം വിട്ട് ഇവരെല്ലാം കൊന്ന് എനിക്ക് ഒന്നും വേണ്ട എന്നാണ് പറയണത്. എൻ്റെ സ്വജനങ്ങളാണ് തന്നെയാണത്, എൻ്റെ ബന്ധുക്കളാണ്. അവരെ കൊല്ലുന്നതിൽ ഞാനൊരു സുഖവും കാണുന്നില്ല. അവരാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ദുരാഗ്രഹം കൊണ്ട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുമായിരിക്കും. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. നമ്മുടെ കുലത്തിന് തന്നെ നാശം വരുത്തുകയേ ചെയ്യുള്ളൂ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല എന്ന് ഏകദേശം. എനിക്ക് എന്താ കിട്ടാൻ പോകണമെന്നാണ് ചോദിക്കുന്നത്. അടുത്തതിലാണ് ഇനിയും സ്ട്രോങ് ആയിട്ട് വരുന്നത്, ഞാൻ എന്തായാലും ചെയ്യില്ല എന്നുള്ളത്. 33-ാമത്തെ ശ്ലോകം, 32-ാമത്തെ ശ്ലോകത്തിൻ്റെ മലയാളം. രാജ്യം വേണ്ട, സുഖം വേണ്ട, ജയിപ്പാനാശയില്ലമേ, എന്തിനീ രാജ്യഭരണം, എന്തിനീ സുഖജീവിതം. അച്ഛനായാലും വളരെ സിമ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് അർത്ഥം പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഇനി 33-ാമത്തെ ശ്ലോകം. യേഷാമർത്ഥ്യേ കാക്ഷിതം നോ രാജ്യം ഭോഗാസുഖാനി ച ത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ധനാനി ച. പ്രാണാം ത്യക്ത്വാ ധനാനി ച. 34-ാമത്തെ ശ്ലോകം. ആചാര്യ പിതര പുത്ര തഥൈവ ച പിതാമഹ മാതുലാ ശ്വശുരാ പൗത്ര സ്യാലാ സംബന്ധിനസ്തദാ. 2 ശ്ലോകങ്ങളും ഒരുമിച്ച് വായിച്ചതാണ്. ആരെ ചൊല്ലിപ്പാരടക്കാൻ ഉറച്ചാരവരിന്നിതാ, പോരിൽ നിന്നണഞ്ഞു കാണുന്നു പ്രാണൻ പോലും കളഞ്ഞിതാ. പിതൃക്കൾ പുത്രരാചാര്യർ പിതാമഹരുമങ്ങനെ, മാതുലർ ശ്വശുരർ പൗത്രർ സ്യാലന്മാർ ബന്ധുവർഗവും. 33-ഉം 34-ഉം കൂടെ ഒരുമിച്ചാണ് വായിച്ചിരിക്കുന്നത്. അതായത് ആദ്യം പറയുന്നത് ആർക്ക്, യേഷാമർത്ഥ്യേ കാക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനിച എന്നാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രാജ്യവും ഭോഗങ്ങളും, അതായത് സുഖജീവിതവും ജീവിതത്തിലെ മറ്റ് സുഖങ്ങളെല്ലാം കാക്ഷിക്കുന്നത്? എനിക്കതിൽ താല്പര്യമില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. പ്രാണത്യാഗം പോലും ചെയ്യാൻ തയ്യാറായിട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത്. ആരെ പേടിച്ചിട്ടാണ് പ്രാണൻ പോലും കളഞ്ഞ് നമ്മൾ പോരിനിറങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇനി ആരെയാണെന്നുള്ളത് ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ്. മുന്നിൽ നോക്കുമ്പോൾ ആരെയൊക്കെ ഞാൻ കാണുന്നത്? ആചാര്യന്മാരാണ്. മിക്കവാറും കുറേ പേര് എൻ്റെ ആചാര്യന്മാരാണ്, എൻ്റെ പിതൃതുല്യരാണ്. കുറച്ച് പേര് എൻ്റെ മക്കളുണ്ട്, എൻ്റെ മക്കൾക്ക് തുല്യരായിട്ടുള്ള മറ്റ് സഹോദരന്മാരുടെ മക്കളെല്ലാം ഉണ്ട്, ഇഷ്ടം പോലെ. രണ്ട് പടയിലും ഉണ്ടല്ലോ. കൗരവപ്പടയും ഇവരുടെ ബന്ധുക്കൾ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ പടയിലും നോക്കിയാൽ അതെല്ലാം നമ്മുടെ മക്കളെ പോലെ തന്നെയാണ്. ഇനി പിതാമഹരുണ്ട്, ഭീഷ്മ പിതാമഹരെ പോലെ തന്നെ അതേ പ്രായമുള്ള, അതേപോലെ കണക്കാക്കേണ്ട മുത്തശ്ശന്മാർ ധാരാളമുണ്ട്. അമ്മാവന്മാരുണ്ട്, ശ്വശുരന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്, പൗത്രന്മാരുണ്ട്, ഭാര്യാസഹോദരന്മാരുണ്ട്. ഇനി ഇതെല്ലാം അല്ലാതെ ധാരാളം ബന്ധുജനങ്ങളുണ്ട്. ഇവരെല്ലാം ഇവരുടെ ജീവനും സ്വത്തും എല്ലാം ത്യജിച്ചിട്ട് ഈ യുദ്ധഭൂമിയിൽ ഇങ്ങനെ അണിനിരക്കുകയാണ്. ഇവരെയാണ് ഞാനിപ്പോൾ കൊല്ലാൻ പോകുന്നത്. ഇവരെയെല്ലാം കൊന്നിട്ട് എനിക്ക് രാജ്യം വേണ്ട, എനിക്ക് സുഖം വേണ്ട എന്നാണ് അർജുനൻ പറയുന്നത്. ഇനി അപ്പോൾ നമ്മളൊക്കെ തോന്നില്ലേ, അല്ല നമുക്ക് തോന്നും അർജുനൻ എത്ര നല്ല ആളാലേ, എന്തൊരു നല്ല സ്വഭാവമാണ്. കാരണം അപ്പോൾ കൃഷ്ണനോട് ഒരു ചെറിയൊരു വിഷമം നമുക്കും തോന്നും. ഭഗവത്ഗീതേനെ റിവേഴ്സ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ രാമായണം വായിച്ചിട്ട് ശ്രീരാമൻ വളരെ നല്ലതാണെന്ന് പറയുമ്പോൾ അതിൽ രാവണനെ വളരെ നന്നായിട്ട് പറയുന്ന കഥകൾ ധാരാളം, അല്ലെങ്കിൽ ബുക്കുകളൊക്കെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ അങ്ങനെ ചിന്തിക്കാം, നമുക്ക് ചിന്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നു അർജുനൻ എന്തൊരു സമാധാനപ്രിയനാണ്, യുദ്ധം വേണ്ടാന്നല്ലേ പറയുന്നത്. പറഞ്ഞാൽ കൃഷ്ണൻ എന്തിനാണ് ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്, ശ്രീകൃഷ്ണൻ എന്തിനാണ് അർജുനനെ ഇത്രയും പ്രേരിപ്പിക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ട് എന്ന്. അപ്പോൾ അർജുനൻ ഇതെല്ലാം വിവരിക്കുമ്പോഴും അർജുനൻ്റെ ഉള്ളിൽ എന്താ പറയുന്നത്? ഇതെല്ലാം കളഞ്ഞിട്ട് എനിക്ക് മനസ്സമാധാനം കിട്ടില്ലല്ലോ, അതുകൊണ്ട് രാജ്യം വേണ്ടാന്നാണ്. ഇവരെയൊക്കെ കൊന്നാൽ എനിക്ക് കുറ്റബോധം കൊണ്ട് മനസ്സമാധാനം കിട്ടില്ല, അതുകൊണ്ട് എനിക്ക് രാജ്യം വേണ്ടാന്നാണ്. അപ്പോൾ ആഗ്രഹമുണ്ട് വേണമെന്നതെല്ലാം,
പക്ഷെ മനസ്സമാധാനം വേണം. മനസ്സമാധാനം ഇല്ലാണ്ട് നമ്മൾ എത്ര കാലം ജീവിച്ചിട്ട് എന്താ കാര്യം? എല്ലാ ദിവസവും അടിയും പിടി, വഴക്ക്, കുത്ത്, ഇടി, തല്ലൽ, ഒരു കാര്യത്തിന് അല്ലെങ്കിൽ വെറുതെ ചിന്തിച്ച് മനസ്സമാധാനക്കേട് ഉണ്ടാക്കുക. അങ്ങനെ മനസ്സമാധാനക്കേട് ഉണ്ടാക്കിയിട്ട് എനിക്ക് രാജ്യം കിട്ടിയിട്ട് ഒരു കാര്യമില്ല എന്നാണ്. അപ്പം ഇതെല്ലാം കൃഷ്ണനറിയാം. അതുകൊണ്ട് അർജുനൻ്റെ നമ്മൾ നാരായണീയത്തിൽ പഠിച്ച പോലെ നമ്മുടെ മനസ്സിനെ കളങ്കം മുഴുവനായിട്ടും കളഞ്ഞ് ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ മാത്രമേ കൃഷ്ണൻ സ്വീകരിക്കുള്ളൂ എന്ന്. അതേപോലെ അർജുനൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ വരട്ടെ, വെളിച്ചത്ത് വരട്ടെ, എല്ലാ കാര്യങ്ങളും എല്ലാം വെളിച്ചത്ത് വന്നിട്ട് ഞാൻ മറുപടി കൊടുക്കുക എന്നുള്ള മാതിരി എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അർജുനനെയാണ് തുടരുന്നത്. അടുത്ത ശ്ലോകം 35-ാമത്തെ പദ്യം. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മുഹീകൃതേ. ഹേ മധുസൂദന എന്നാണ് അവിടെ സംബോധന ചെയ്യുന്നത്. ഹേ മധുസൂദന, മധു എന്നുള്ള അസുരനെ കൊന്നതുകൊണ്ടാണ് മധുസൂദനൻ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. അവിടെയും പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ ആയുധം എടുക്കില്ല. ഞാൻ ചിലപ്പോൾ ഈ യുദ്ധത്തിൽ ഞാൻ തന്നെ കൊല്ലപ്പെട്ടേക്കാം. അതെനിക്ക് പ്രശ്നമല്ല. ചിലപ്പോൾ ഞാൻ ജയിച്ചിട്ട് എനിക്ക് ഇനി ഈ 3 രാജ്യങ്ങളും ത്രൈലോക്യം മുഴുവനും തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. എനിക്കതൊന്നും ആഗ്രഹമില്ല. എന്നിട്ടാണോ ഈ ഒരു തുണ്ട് ഭൂമി, അതായത് ഈ ഹസ്തിനപുരി മാത്രം വേണ്ടിയിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നത്? എനിക്കതൊട്ടും ആഗ്രഹം ഇല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല, അപ്പം ഞാൻ ദുര്യോധനനെ കൊല്ലാമെന്ന് സങ്കല്പിക്കും. അങ്ങനെ ധൃതരാഷ്ട്രോ അല്ലെങ്കിൽ കൗരവ പടയിലെ ദുര്യോധനനെ കൊല്ലുകയാണെങ്കിൽ ഞാൻ ഗാന്ധാരിയുടെയും ധൃതരാഷ്ട്രയും, അതായത് മറ്റു ബന്ധുക്കളുടെ മുഖത്ത് ഞാൻ എങ്ങനെയാണ് നോക്കുക? അപ്പോഴും എനിക്ക് കുറ്റബോധം. അപ്പോൾ അവിടെയും അർജുനൻ ആഗ്രഹിക്കുന്നത് എന്താണ്? മനസ്സമാധാനമാണ്. അപ്പോൾ അർജുനൻ്റെ സ്വാർത്ഥത കുറച്ച് തലപൊക്ക് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാൻ ഇത് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് മറുപടി കൊടുക്കാത്തത്. അപ്പം അങ്ങനെയുള്ള സന്തോഷം 3 ലോകങ്ങളും കിട്ടാമെന്ന് പറഞ്ഞാൽ പോലും, അതിൻ്റെ അധിപനാവാമെന്ന് പറഞ്ഞാലും ഞാൻ ഇവരെ വധിക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. 35-ാമത്തെ ശ്ലോകം. എന്നെ കൊന്നാലും അവരെ കൊല്ലാൻ ഇച്ഛിപ്പതില്ല ഞാൻ, ഭൂലോകമല്ല മൂലോകം വീളാൻ ആളല്ല ഞാൻ വിഭോ. ഭൂലോകം എന്നല്ല 3 ലോകങ്ങളും തരാമെന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. അങ്ങനെ 36-ാമത്തെ ശ്ലോകം. നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാജ്ജനാർജന സ്യാതെന്നാണ്. പാപമേവാശ്രയോദസ്മൻ ഹതൈത്വാൻ ആദതായിന. എന്ന് പറഞ്ഞാൽ വളരെ അങ്ങേറ്റം ദുഷ്ടന്മാർ, അതായത് മറ്റുള്ളവരുടെ സ്വത്തുക്കൾ അപഹരിക്കുന്നവർ, ഭാര്യമാരെ അപഹരിക്കുന്നവർ, അങ്ങനെ എല്ലാ ദുഷ്ടത്തരം കാണിക്കുന്നവരാണ്. ഹേ ജനാർദ്ദന എന്നാണ് അവിടെ സംബോധന ചെയ്യുന്നത്. ദുഷ്ടന്മാരെ വധിച്ചവൻ എന്നാണ്. ഹേ ജനാർദ്ദന, ധൃതരാഷ്ട്രപുത്രന്മാരെ വധിച്ചിട്ട് എനിക്ക് എന്ത് സന്തോഷമാണ് കിട്ടാൻ പോകുന്നത്? നേരത്തെ ഇപ്പോൾ പറഞ്ഞു, അവരെ വധിച്ചാൽ എനിക്ക് പാപം മാത്രമേ കിട്ടുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എന്താണ്? അവരെല്ലാം നമ്മുടെ ബന്ധുജനങ്ങളാണ്. അപ്പോൾ ഈ ബന്ധുക്കളെ കൊന്നിട്ട് നമുക്ക് ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല. അത് മറ്റുള്ളവർക്കറിയില്ല. അതുകൊണ്ടായിരിക്കും കൗരവപ്പട ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും. എനിക്ക് യാതൊരു ആഗ്രഹവും ഇല്ല എന്നാണ് പറയുന്നത്. 37-ാമത്തെ ശ്ലോകം. അവിടെ വീണ്ടും ഉറപ്പിക്കുകയാണ്. നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവ ആശ്രയേതസ്മൻ ഹതത്വാന്വാദായിന. വായിച്ചു എന്ന് തോന്നണു അല്ലേ അത്? അടുത്ത ശ്ലോകം. തസ്മന്നർഹയാ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിനസ്യാമ മാധവ. 37-ാമത്തെ ശ്ലോകം. ഒന്നും കൂടെ ഉറപ്പിക്കുകയാണ്. അതിനാൽ ബന്ധുക്കളായിട്ടുള്ള കൗരവന്മാരെ വധിക്കാൻ ഞാനില്ല. സ്വജനങ്ങളെ കൊന്നിട്ട് ഒരു സുഖവും എനിക്ക് അനുഭവിക്കാനും ഇല്ല. അതുകൊണ്ട് കൃഷ്ണനോട് ഉറപ്പിച്ച് പറയാണ്, അല്ലയോ കൃഷ്ണ, അല്ലയോ മധുസൂദന, അല്ലയോ കേശവ, ഞാൻ ഈ യുദ്ധത്തിന് തയ്യാറല്ല. എനിക്ക് തിരിച്ചു പോകണമെന്നർത്ഥം. അപ്പോൾ ഇതെല്ലാം മനസ്സിൽ ചിരിക്കുകയാണ് ചെയ്യണത് കൃഷ്ണൻ ശരിക്കും. കാരണം അർജുനൻ്റെയും സ്വഭാവം ഇങ്ങനെയല്ലേ എന്ന് വിചാരിച്ചിട്ട്, മനുഷ്യന്മാരല്ലേ, സ്വാർത്ഥത മാത്രമല്ലേ കാണുള്ളൂ അല്ലേ. അപ്പോൾ ഇവരെയൊക്കെ കൊന്നിട്ടുള്ള മനസ്സമാധാനം എനിക്ക് വേണ്ട. കാരണം എനിക്ക് മനസ്സമാധാനം കിട്ടില്ല എന്നാണ് പറയുന്നത്.
ഒന്നും കൂടെ അപ്പോൾ ഉറപ്പിക്കുകയാണ്, ബന്ധുക്കളെ ഞാൻ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ യുദ്ധത്തിന് ഇല്ല. കൗരവന്മാരെ അതിനാൽ പോരിൽ വെല്ലുന്നതില്ല ഞാൻ, സ്വജനത്തെ വധിച്ചെന്നാൽ സുഖമൊട്ടു ലഭിച്ചിടാം. മലയാളം വായിക്കുമ്പോൾ തന്നെ അത് പദ്യം വളരെ ക്ലിയറാണ്. അതുകൊണ്ട് നമുക്ക് അർത്ഥം അറിയാനും എളുപ്പം പറ്റും, വായിച്ച അർത്ഥം മനസ്സിലാക്കാനും വളരെയധികം പറ്റും. ഇപ്പോൾ സംസ്കൃതം വായിച്ചിട്ട്, സംസ്കൃതവും കുറച്ച് സിമ്പിളാണ്. നാരായണിയൊക്കെ വായിച്ചത് നോക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണ്, വായിക്കുമ്പോൾ തന്നെ അർത്ഥം കിട്ടും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മലയാളം വായിക്കുന്നത്. അതും കഴിഞ്ഞ് അതിൻ്റെ എക്സ്പ്ലനേഷനും പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഏകദേശം ഒരു രൂപം നമുക്ക് പിടികിട്ടും. ഇനി അടുത്ത ദിവസം 38ാമത്തെ ശ്ലോകമാണ് ചൊല്ലേണ്ടത്. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാമരോഗരാശിം നിരുന്ധിവാദാലയവാസ വിഷ്ണു.